എന്താടാ കാരണം? ഒന്നും പറഞ്ഞു. രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഉച്ചയായി. അപ്പൊ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇതിന് കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പഴമാണ്. ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാറുള്ളത്. ഇവിടെ ഉപ്പുമാവൊന്നും കഴിക്കാറായിട്ടില്ല. നമ്മള് ചെറിയ രീതിയിലുള്ള ലിക്വിഡ് ഫുഡാണ്. എന്നാലും കൊച്ചു കൊതിച്ചിരിക്കുകയാണേ. ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. അപ്പം ഈ ഒരു പഴം നമുക്ക് പൊളിക്കുന്നതിന് മുമ്പ് അമ്മച്ചിക്ക് ചോദിക്കാം, അമ്മ ഇത് കഴുകിയതായിരുന്നു അമ്മ? എന്റെ അമ്മയാണത്രേ അമ്മ. ആരും അങ്ങനെ കഴുകാറില്ലെന്ന് പറഞ്ഞാലും എനിക്ക് പഴം ഒന്നെങ്കിൽ കഴുകണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പൊളിച്ചിട്ടിട്ട് വീണ്ടും കൈ കഴുകിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന വഴിക്ക്, അതായത് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഏതൊക്കെ വെള്ളത്തിലാണ് മുക്കുന്നതെന്നോ കഴുകുന്നതെന്നോ എത്രത്തോളം അഴുക്കും പൊടിയൊക്കെ ഇതിനകത്ത് പറ്റിയിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അത് സ്വാഭാവികമാണ്. അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഒരു വലിയ ഫോർച്യൂൺ തന്നെ, വലിയ വില തന്നെ കൊടുക്കേണ്ടി വരാം. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ. അല്ലാത്ത പക്ഷം നമുക്ക് ഇത്രയും ലോക്കലായിട്ട് ഈ സാധനം കിട്ടുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഒരു വൃത്തിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്ലേ, പറഞ്ഞേക്കാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് നോർമലായിട്ട് ആരും ചിന്തിക്കാറുമില്ല. നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുമില്ല. അപ്പൊ പുതിയൊരു അറിവ് ഞാൻ ഇപ്പൊ എന്റെ അമ്മച്ചിക്കും നിങ്ങൾക്ക് എന്തേ പകർന്നു തന്നിട്ടുണ്ടേ. ആണോ? ഭയങ്കര. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.